രഞ്ജിത്തിന്റെ രാജിക്കായി ആവശ്യം ശക്തം. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിക്കായി സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തം. രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. രഞ്ജിത്തിനെ പുറത്താക്കാൻ വൈകരുതെന്നാണ് CPIയുടെ നിലപാട്. പരാതി നൽകിയാൽ മാത്രം നടപടി എന്നായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ഏതെങ്കിലും ഒരാൾ ആരെപ്പറ്റിയെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ? അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ? ആർക്കാണോ ആരോപണം, ആർക്കെതിരെയാണോ അവർ പരാതി തരിക. ആ പരാതിന്മേൽ ആവശ്യമായ തീരുമാനം അത് ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് പരാതി തരുന്നതിന് ബുദ്ധിമുട്ടില്ല. പരാതി തന്നാൽ അത് നിയമാനുസൃതം സ്വീകരിക്കും. കേരളത്തിലെ ഈ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരായി ആക്രമണമോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതയോ സംഭവിച്ചാൽ സ്ത്രീകളോടൊപ്പമാണ്, വേട്ടക്കാരനോടൊപ്പം അല്ല. എന്നാൽ മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ ചലച്ചിത്ര പ്രവർത്തകരടക്കമുള്ളവർ രംഗത്ത് വന്നു. രഞ്ജിത്തിനെ നീക്കണമെന്നും സർക്കാർ നിലപാടിൽ നിരാശയെന്നും സംവിധായകൻ ആഷിഖ് കപൂർ 24-നോട് പറഞ്ഞു. ഇടതുപക്ഷ മന്ത്രി ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് കേട്ടിട്ട് വലിയ നിരാശയും പ്രതിഷേധവുമാണ് തോന്നി. CPM-ൽ അത്യാവശ്യത്തിലധികം ആളുകൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. ദയവ് ചെയ്ത് ഇദ്ദേഹത്തെ ഉപദേശിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആര് എപ്പോ എവിടെ വെച്ചെന്നായിരുന്നല്ലോ ചോദ്യം. അത് ക്ലിയർ ആണല്ലോ. ഈ മുൾമുനയിൽ നിൽക്കുന്ന ആളെ ആ സ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം, എന്നിട്ട് അന്വേഷണം നടത്തണം. അവരൊരു ആക്ടിവിസ്റ്റും കൂടെയാണ്. ആ സ്ത്രീ ഒരു മാർക്സിസ്റ്റ് അനുഭാവിയാണ്. അവര് വളരെ വ്യക്തമാണ്, പരാതിയുമായിട്ട് അവർ മുമ്പിൽ വരും. അത് സജി ചെറിയാന്റെ മുമ്പിൽ തന്നെ അവർ വരും. പ്രതിഷേധം ശക്തമായതോടെ സജി ചെറിയാന്റെ നിലപാട് തിരുത്തി. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പാണെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ല എന്നാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ നിലപാട്. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഇതിപ്പോൾ ചലച്ചിത്ര അക്കാദമി ഇപ്പോൾ ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. പവർ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞത്, ഇപ്പൊ ഈ പവർ ഗ്രൂപ്പ് ഇടപെട്ടിട്ട് മാമിനിപ്പോ അവസരം കിട്ടിയത് ഇവരിടപെട്ടിട്ട് ഏതെങ്കിലും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി എത്രയോ സിനിമകള് 9 സിനിമേന്റെ സൈനിങ് എമൗണ്ട് എല്ലാം ഞാൻ ഇട്ട് വിഴുങ്ങി, ഇപ്പൊ കഴിച്ചു വിഴുങ്ങി. അതെല്ലാം അപ്പൊ അങ്ങനെ മാറ്റി നിർത്താൻ തക്ക ഫോഴ്സ് ആയിട്ട് അവിടെ സിനിമയിൽ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് ഐ ഡോണ്ട് നോ ഹൂ. ഇപ്പൊ എന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കണ്ടോ? ചിലപ്പോ നിങ്ങൾ എന്റെ ദുഷ്മന്മാരാണെങ്കിലോ? ആരാന്നറിയില്ലെങ്കിലും അങ്ങനെ ഒരു സംഘടന, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ സ്ത്രീകളുണ്ടാവും, സ്ത്രീകളുണ്ട് അതിൽ. ഐ ഡോണ്ട് ലൈക്ക് ദീസ് ആണുങ്ങൾ മാത്രം തെറ്റായി ചെയ്യുന്നത്. അത് എനിക്ക് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഇതിൽ അതേ സമയത്ത് സ്ത്രീകൾ എന്തുകൊണ്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യില്ല? ഏറ്റവും വലിയ ദുഷ്മൻ സ്ത്രീ തന്നെയാണ്. അവരാണ് ഈ ഇനിഷ്യേറ്റീവുകൾക്ക് തുടക്കം. ഈ WCC എന്ന് പറയുന്ന സംഘടന കൊണ്ട് സ്പ്ലിറ്റ് ആവുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഈ സമയത്ത് സ്ത്രീകൾക്കിടയിൽ ഉണ്ടോ? ഐ ഡോണ്ട് നോ, ബിക്കോസ് WCC അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് എന്നെ പഠിപ്പിച്ച എൻ്റെ പേരൻസ് മീൻസ് യു ഹാവ് ടു ഫൈറ്റ് യുവർ ഓൺ ബാറ്റിൽ എന്നുള്ള രീതിയിലാണ് പഠിപ്പിച്ചിട്ടുണ്ട്. WCC ചെയ്തിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അവർ കാരണമല്ലേ പുറത്തു വന്നത്. അങ്ങനെയെങ്കിലും പുറത്തു വന്നല്ലോ. അപ്പോൾ ഇനി പക്ഷേ നമ്മൾ ഈ സബ് ടീം ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. യുനോ, ഇപ്പോൾ അമ്മ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട എത്രയോ ആൾക്കാർക്ക് എന്താ പറയുക കൈനീട്ടം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ പക്ഷെ അതിന് നമ്മളെ അമ്മ എപ്പോഴും 24/7 നമ്മളെ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങളെ 24/7 ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഫൈറ്റ് നമ്മൾ തന്നെ ചെയ്യണം. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നു. അതിനകത്ത് വലിയ ചർച്ചകൾ ഒരു ഭാഗം നടക്കുന്നുണ്ട്. അപ്പോഴും ഇതിനകത്ത് സർക്കാർ എടുക്കുന്ന നിലപാട് കേസെടുക്കാൻ കഴിയില്ല, മൊഴികൾ വേണം, അല്ലെങ്കിൽ ഇവർ വന്നിട്ട് പരാതി തരണം. അങ്ങനെയാണ് സർക്കാരിന്റെ നിലപാട്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഇത്രയും ചർച്ചകളായി അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ കൊടുത്ത കേസസ് നമ്മൾ പ്രൂഫ് കൊടുക്കണം, നമ്മൾ ഇത് ചെയ്യണം, നമ്മൾ അത് ചെയ്യണം. പിന്നെ അതെങ്ങനെ ഒരു കേസും സമയത്ത് സോൾവ് ചെയ്യില്ല. എത്രയോ 12 വർഷം 2011-10 എന്തോ കൊടുത്ത, ഇന്ന് എത്രയായി? 15 വർഷമായില്ലേ. ഞാൻ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കല്യാണം കഴിച്ച ഒരു കുട്ടിയായി. യുനോ, കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ എവിടെ പോവാൻ എനിക്കറിയില്ല, ഞാൻ ഉണ്ടാവുമോ എന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെയാണ് കേസ് ഇവിടെ നടക്കുന്നത്. ഒരു പെണ്ണിനെയും ഒരു കേസും ഒരു കോടതിയും ഒരു ഹൈക്കോർട്ടും സ്ത്രീ ജഡ്ജ് ആയാലും സ്ത്രീ വക്കീലായാലും ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിന്റെ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത എന്താകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഐ ആം നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്.
ഞാൻ ഒരു ചേഞ്ചും പ്രതീക്ഷിക്കുന്നില്ല. ലോ മാറാനുള്ള സമയം കഴിഞ്ഞു. ലോ കുറച്ചും കൂടിയും ആൾക്കാർ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ലോനെ ഒന്ന് സമീപിച്ചാൽ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ അത് നേരിടും. ഇതിനൊരു പരിഹാരം ജഗദീഷ് ഏട്ടൻ്റെ നിങ്ങൾ എന്താ ഇങ്ങനെ പറയണേ? ഏതോ ഒരാളെ പറ്റി സംസാരിക്കുന്ന പോലെ. പറഞ്ഞത് ഈ അമ്മ പ്രതികരിക്കാൻ വൈകി, ഒരാഴ്ച വൈകി, അത് തെറ്റാണ്, മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു വിഷയത്തിൽ അങ്ങനെ ഒരു കുറ്റകരമായ മൗനം അമ്മയ്ക്കുണ്ടായിരുന്നു ഒരാഴ്ച സമയം. ഞാൻ അമ്മേന്റെ ഇപ്പോ ഭാരവാഹി ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ രക്ഷപ്പെട്ടു. അല്ല, ഇത് നമ്മൾ ഇന്ന് പ്രോബ്ലമായി 5 മിനിറ്റ് കഴിഞ്ഞ് അതിന്റെ ഉത്തരം പറയണം, അങ്ങനെയല്ല. അതൊക്കെ കുറെ ഈസി പീപ്പിൾ ഹാവ് ടു മീറ്റ് അപ്പ്. അതാണല്ലോ ഈ എന്താ പറയാ, NGOസും കോർപ്പറേറ്റ് എല്ലാം. നിങ്ങൾ മീഡിയ പോലെ അല്ലല്ലോ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. സിനിമ കോൺക്ലേവ് നടത്താൻ ഇതിനൊരു പരിഹാരം കാണാൻ സംഘടനയെ ഒരുമിച്ച് ഈ ഭിന്നത മാറ്റാനായിട്ടൊരു ശ്രമമാണ് സിനിമ. ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെ പറയുകയാണ്. അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിൽ പുരുഷന്മാരും സ്ത്രീകളും തന്നെയുണ്ട്. അത് കൃത്യമായി ആര് എന്ന് ചോദിച്ചാൽ അറിയില്ല. അതിനനുഭവം തനിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയായിരുന്നു നടി ശ്വേത മേനോൻ. നമ്മൾ സംസാരിച്ചൊന്ന് രഞ്ജിത്തിൻ്റെ കാര്യമായിരുന്നു. ശ്രീകാന്ത്, ഇപ്പോൾ സാംസ്കാരിക മന്ത്രിക്ക് രഞ്ജിത്ത് ലോകം കൊണ്ട ഏറ്റവും ഐതിഹാസികമായ സംവിധായകനാണ് എന്നൊക്കെ തോന്നിയാലും ഈ പരാതിയിൽ രഞ്ജിത്തിനെതിരായ നിലപാട് ഇടതുപക്ഷത്തിനകത്ത് നിന്ന് തന്നെ കൂടുതൽ ശക്തമായി വരുമ്പോൾ അധികനാൾ ഐതിഹാസിക നിലപാട് പിടിച്ചു നിൽക്കാൻ സാംസ്കാരിക മന്ത്രി കഴിയുമോ ശ്രീകാന്ത്? അശ്മി, ഇനിയിപ്പോൾ ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സംവിധായകൻ രഞ്ജിത്തിന്റെ രാജി എപ്പോഴാണ്? ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറി നിന്ന് ഈ ആരോപണത്തിൽ അദ്ദേഹം അന്വേഷണത്തെ നേരിടുന്നത് എപ്പോഴാണ്? ആ ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത്ര കണ്ട് അദ്ദേഹം ഒറ്റപ്പെട്ടിട്ടുണ്ട്, സർക്കാർ പ്രതിരോധത്തിലായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയോടെയാണ്. അദ്ദേഹം മഹത്തായ ഒരു സംവിധായകനാണ്. ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനാകില്ല, അന്വേഷിക്കാനാകില്ല, പരാതി വരട്ടെ, അപ്പോൾ നോക്കാം. ഇതായിരുന്നു കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടും ഇങ്ങനെയൊരു ആക്ഷേപം ഉയർന്നിട്ടും അതിന് സാക്ഷിമൊഴികൾ ഉണ്ടായിട്ടും പറഞ്ഞത്. അതിനെതിരെ വിവിധ തലങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു. സിനിമാ മേഖലയിൽ നിന്ന് വന്നു, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വന്നു, അദ്ദേഹം ഉൾപ്പെടുന്ന മുന്നണിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പ്രതിഷേധം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. ആദ്യം വന്നത് സിനിമാ മേഖലയിൽ നിന്നാണ്. സാന്ദ്ര തോമസ് മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആഷിഖ് അബു പറഞ്ഞത് നിരാശാജനകമായ പ്രസ്താവന എന്നുള്ളതാണ്. അദ്ദേഹം പറയുകയുണ്ടായത് ഇന്ന് അമ്മയുടെ ആസ്ഥാനത്തേക്ക്, കലൂരിലെ ആസ്ഥാനത്തേക്ക് വിവിധ സംഘടനകളുടെ പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തു. അത്തരത്തിൽ വല്ലാത്ത കലുഷിതമായ സാഹചര്യമാണ് ഈ സിനിമാ മേഖലയിൽ നിലവിലുള്ളത്. അൻസിബ ഹസനെ പോലെയുള്ളവർ പറഞ്ഞത്, സിദ്ദിഖിനെ തള്ളിക്കൊണ്ട് അവർ ചൂണ്ടിക്കാണിച്ച കാര്യം, ഇത്രയധികം പേർ പരാതി പറഞ്ഞെങ്കിൽ ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല നടന്നിട്ടുള്ളത്, പലർക്കും ദുരനുഭവം ഉണ്ടായി എന്നതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പടി കൂടി കടന്ന് രഞ്ജിത്തിനെ മാറ്റി നിർത്തണം, രഞ്ജിത്ത് രാജിവെക്കണം, പുറത്താക്കണം, അന്വേഷണം ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെ കെ സുധാകരൻ എന്താണോ പറഞ്ഞത് അതിന്റെ തുടർച്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചത്. യൂത്ത് കോൺഗ്രസ് രേഖാമൂലം പരാതി നൽകി. മഹിളാ കോൺഗ്രസ് നേതാവ് ജവി മെത്തർ സമരവുമായി രംഗത്തേക്ക് മഹിളാ കോൺഗ്രസ് ഇറങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ അവരുടെ രേഖാമൂലം പരാതി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ഇനി പരാതി ഇല്ലെങ്കിൽ തന്നെ കേസെടുക്കാൻ ബാധ്യതയുള്ള പോലീസ് സംവിധാനത്തിന് കേസെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്താകും അതിന്റെ തുടർ നടപടി? എപ്പോഴാണ്, ഏത് സമയത്താണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെക്കേണ്ടി വരിക എന്നത് മാത്രമാണ് ചോദ്യം. അത് വരും മണിക്കൂറുകൾ ഉണ്ടാവേണ്ടതുമാണ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ കൂടി എത്തിയതോടെ പ്രതിരോധത്തിലാവുന്നത് സർക്കാരാണ്. അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണം എന്ന ആവശ്യം ശക്തമാണ്. വിഷയത്തിൽ LDF-ലും ഭിന്നത തുടരുന്നു. ആരെയും സംരക്ഷിക്കില്ലെന്നും ആരോപണം തെളിഞ്ഞാൽ നടപടിയെന്നുമാണ് ഏറ്റവും ഒടുവിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ സർക്കാരിന് തലവേദനയാവുകയാണ്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെയും രാജിയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് പദവിയൊഴിഞ്ഞ് അന്വേഷണം നേരിടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ 3 കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. വിഷയത്തിൽ LDF-ലും ഭിന്നത തുടരുകയാണ്.
ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്നാവശ്യവുമായി CPI ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജ തന്നെ രംഗത്തെത്തി. ഏറ്റവും ആദ്യം അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി അദ്ദേഹം ഈ രീതിയിലുള്ള കുറ്റക്കാരനല്ല എന്ന് കണ്ടാൽ അതൊരു തെറ്റായ ആരോപണമാണ് എങ്കിൽ ആ ആരോപണം ഉന്നയിച്ച് കേരളത്തിലെ സംസ്ഥാനത്തെ മുഴുവൻ ജനതയുടെ മുഖത്തിന് ഏൽക്കുന്ന ഒന്നാണ്. അതിനിടെ സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ കേസെടുക്കാനാവില്ലെന്ന മന്ത്രിയുടെ പ്രതികരണം വിവാദമായതോടെയാണ് മന്ത്രി സജി ചെറിയാൻ നിലപാട് തിരുത്തിയത്. ആരോപണം തെളിഞ്ഞാൽ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കരുതൽ വേണമെന്ന CPI നേതാക്കൾക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ യുവപ്രസാധക MA ഷഹനാസ്. രഞ്ജിത്ത് വേട്ടക്കാരനാണ്. പൊതുപരിപാടിയിൽ രഞ്ജിത്ത് മദ്യപിച്ചെത്തി അടുത്തിരുന്നുള്ള പ്രതിഷേധം അന്നേ അറിയിച്ചതാണ്. ഹേമ കമ്മിറ്റിക്ക് സമാനമായി സാംസ്കാരിക മേഖലയിൽ കമ്മിറ്റി വേണമെന്നും സാംസ്കാരിക മേഖല റിപ്പോർട്ട് പുറത്തു വന്നാൽ ഞെട്ടുമെന്നും ഷഹനാസ് 24നോട് പറഞ്ഞു. ഞാനുള്ള പരിപാടിയിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ മാത്രമല്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഒരു വ്യക്തി കടന്നു വരുന്നത് കുടിച്ച് ലെക്ക് കേട്ടിട്ടാണ്. ആ പരിപാടിയിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയാണ്. അപ്പം ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നാമത് നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാത്ത ആളുകളോ ആണ്. അപ്പം നമ്മുടെ അടുത്ത് പ്രസംഗിക്കാനിരിക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് അത് വളരെ മോശമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് FBയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇപ്പം ഉണ്ടാകുന്ന നടുക്കങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ ഏറെ നടുക്കങ്ങൾ സാംസ്കാരിക മേഖലയിൽ ഉണ്ടാകും. കാരണം ഞാൻ ഈ സാംസ്കാരിക മേഖലയിൽ നിന്നിട്ട് പ്രതികരിച്ചപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഒരുപാട് സ്ത്രീകൾ എന്നോട് സംസാരിച്ച ആളുകളുണ്ട്. ഇപ്പോഴും സംസാരിക്കുന്നവരുണ്ട്. പല ആളുകളെക്കുറിച്ചും സംസാരിക്കുന്നവരുണ്ട്. പല വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. പല എഴുത്തുകാരെക്കുറിച്ചും. എവിടെയാണ് സ്ത്രീകൾക്ക് നീതി കിട്ടുന്നത്? ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സംവിധായകൻ രഞ്ജിത്ത് മാറി നിൽക്കണമെന്ന് നടൻ അനൂപ് ചന്ദ്രൻ. കളങ്കമുണ്ടായാൽ ഏതു സ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ തയ്യാറാകണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും നടൻ അനൂപ് ചന്ദ്രൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന നടപടികളെല്ലാമായിട്ട് മുന്നോട്ട് പോകണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പരാതി എഴുതി നമ്മൾ അതാത് കൺസേൺ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ നിയമപാലകർക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു പരിമിതിയാണ്. ഇത്തരം ചില സംഭവങ്ങൾ പരസ്യമായി എനിക്കൊരു വേദന ഉണ്ടായി എന്ന് പറഞ്ഞാലും സ്വമേധയാ കൂടെ കേസെടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ ഗവൺമെൻറ്റിന് ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാനാണ് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ നിരുപാധികം ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് അന്വേഷണം നടക്കട്ടെ എന്നേ ഞാൻ പറയൂ. എന്തായാലും ആ നടിയുടെ ആരോപണത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. എത്ര ഉന്നതരായാലും നടപടി ഉണ്ടാകും. നടിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്നും സതീദേവി പറഞ്ഞു. ആരോപണം ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടും. ആരോപണം തെളിയുന്ന പക്ഷം അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ഒരു തരത്തിലും ഉചിതമല്ല. പരാതിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്തോ ഒരു അപമാനം ഈ പരാതിപ്പെടുന്നവർക്ക് സംഭവിക്കുന്നു എന്നുള്ള ധാരണയാണ് മാറ്റേണ്ടുന്നത്. ആർജവത്തോടുകൂടി പരാതിപ്പെടാൻ അപമാനം നേരിട്ടിട്ടുള്ള ആരും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി താരങ്ങൾ. സംവിധായകൻ കഥകിൽ മുട്ടിയെന്ന പരാതിയിൽ നടപടി വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി AMMA നേതൃത്വത്തിന് വീണ്ടും പരാതി നൽകി. മലയാള സിനിമയിൽ ചൂഷണം ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന അമ്മ എക്സിക്യൂട്ടീവ് അംഗം അൻസിബ ഹസനും തുറന്നടിച്ചു. 2018 തനിക്ക് നേരിട്ട ദുരനുഭവം നടി പരാതിയായി അമ്മയ്ക്ക് നൽകുന്നത്. ഇതുവരെയും നടപടി സ്വീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വീണ്ടും പരാതി. നേതൃത്വത്തിന് നൽകിയ പരാതിയുടെ പകർപ്പ് എല്ലാ അംഗങ്ങൾക്കും ഇമെയിലായും അയച്ചു നൽകി. മലയാള സിനിമയിൽ ചൂഷണം ഒറ്റപ്പെട്ടതല്ലെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗം അൻസിബ ഹസൻ 24നോട് പറഞ്ഞു. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് പേരാണ് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പേര് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അത്രയും ദയനീയമായിട്ട് അനുഭവിച്ചത് കൊണ്ടായിരിക്കും കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. അമ്മയിൽ നിന്ന് വേറിട്ട ശബ്ദം ഉയർന്നു വന്നത് അഭിനന്ദനാർഹമെന്ന് നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ. ഇവരുടെയൊക്കെ ഉള്ളിലൊരു കുറ്റബോധം എന്തായാലും ഉണ്ടാവും, പുറത്ത് വന്ന് ഇങ്ങനെ പറയുന്നെങ്കിലും. എനിവേ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഉള്ളപ്പം
അതിനെതിരെ ഒരു അന്വേഷണമെങ്കിലും പ്രഖ്യാപിക്കാൻ പറയാനുള്ള ധാർമ്മികത ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു. 1980കളിൽ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിരുന്നതായി സാമ്പത്തിക വിദഗ്ധയും അധ്യാപികയുമായിരുന്ന മേരി ജോർജ്. ഞാൻ എന്തിനാ പേര് വെളിപ്പെടുത്തുന്നത്? അന്ന് ഉണ്ടായിരുന്ന നടന്മാർ അവരൊക്കെ ഇപ്പോഴും വിലസുന്നുണ്ട്. ആരൊക്കെയാന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളത് വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടവർ കണ്ടെത്തും. ഒരു ചലച്ചിത്ര പ്രവർത്തകന് മുൻപിൽ വ്യക്തിത്വം സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മലയാള സിനിമാ രംഗത്ത് നിന്ന് താൻ ഒഴിവാക്കപ്പെട്ടെന്ന് സംവിധായകൻ പത്മകുമാറും ഫേസ്ബുക്കിൽ കുറിച്ചു. 24 കൊച്ചി. ഇതായപ്പോൾ ബൃന്ദ കാരാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അവരുടെ വാക്കുകളിലേക്ക്. It also happens very often if there is a judicial commission, the judicial commission gives a recommendation that these are the people we have found guilty and therefore the cases against A, B, C, D should be filed. In this case, there is no such recommendation about criminal prosecution, and I have been through the commission and I feel it's such an unfortunate situation that women are not in a position, they feel so vulnerable that they are not in a position to name the predators. This is a very unfortunate situation which has to be redressed. So many cognizable offences are there in the report. Then why don't government can take a suo motu case in this kind of things? That's not allowed under the law. Please understand the law. We can register a FIR if a cognizable offence is reported. Please understand, in cases of sexual assault, particularly in cases of sexual assault at the workplace, there are very, very specific laws which are there in India. I think the media should understand something which is much deeper, which is we have to question a situation and a social environment where a woman does not feel the confidence that she can come and register a case against a predator. This is something which is of deep concern. And the media has to play a role in this. Be responsible, please. Please be responsible. Please understand what the Hema Commission has said. I have never seen a report like this, in which the Commission itself found that women were unwilling to come out and give statements, that the Commission itself had to invite not once, not twice, but repeatedly. And I am so concerned that we are living in an age where women are breaking barriers and yet a working woman does not have the confidence to file a case against somebody. And that is the nature of this industry. There are laws against sexual harassment. There is a state women's commission. There's a national women's commission. There is a law for protection of women at the workplace. The Hema Commission report says that internal committees will not work. You need a new law altogether. You need a new tribunal altogether. Now, these are things which are very, very serious. And you set up a tribunal, but still, a woman will have to come with a complaint. So I believe the case is now before the Kerala High Court. The Kerala High Court itself, what I have seen of its judgment, has stated categorically that if there is to be criminal prosecution, the court will have to look at the nature of the complaint and whether the complainant wants to file the complaint. And if the court says, see, as I told you, this is not a judicial commission, but the High Court has said only the court can take such a decision. Very correct. Now it is before the High Court. Undoubtedly, whatever the High Court says, the government is duty bound to implement it. There's no question about it. Ma'am, Bengali actress Srilekha Mitra reveals director Ranjit Mishra. Ranjit is the State Chalachitra Academy chairperson. Should he want to resign?
Well, as far as that particular case is concerned, I'm sure if the lady makes a complaint, and I'm sure she is, I've seen that interview, very articulate and very bold. I'm sure if somebody reaches out to her to make a complaint, and once the complaint is registered, everything else will follow. So she That's all I want. Thank you. And thank you. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് ഒഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനെത്തിയ തന്നോട് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നായിരുന്നു ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തൽ. പിന്നാലെ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായി. നടിയുടെ വെളിപ്പെടുത്തലിൽ രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. പവർ ഗ്രൂപ്പിനുള്ളിൽ CPIMന് വേണ്ടപ്പെട്ട ആളുകളുണ്ടെന്ന് ഓരോ ദിവസം കഴിയുന്തോറും തെളിയുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഈ അവസരത്തിൽ ഞാൻ കരുതുന്നത് ശ്രീ രഞ്ജിത്ത് എൻ്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണം എന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രതിപക്ഷത്തിന് പുറമെ CPI നേതാക്കളും രഞ്ജിത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. നടിയുടെ വെളിപ്പെടുത്തലിന്റെ പ്രാധാന്യം ഗൗരവത്തിലെടുത്ത് പരിശോധിക്കണമെന്ന് ആനി രാജ ആവശ്യപ്പെട്ടു. ആ അന്വേഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം, സുതാര്യമായ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നതിന് വേണ്ടി അത് അത്യാവശ്യമാണ്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മഹിളാ കോൺഗ്രസ് അറിയിച്ചു. രഞ്ജിത്ത് രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം മനോജ് ഖാന പറഞ്ഞു. ആരോപണത്തിൽ അമ്മയും ഫെഫ്കയും മൗനം തുടരുകയാണ്. 24 തിരുവനന്തപുരം. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് നടി പരാതി നൽകിയാൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജ്. തെറ്റാര് ചെയ്താലും സംരക്ഷിക്കപ്പെടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും പറഞ്ഞു. അതിന്റെ വസ്തുതകൾ പരിശോധിക്കണം. തീർച്ചയായും ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ആക്ഷേപം ഉന്നയിച്ച ആക്ട്രസിന് ആ പരാതി ഉന്നയിക്കുന്നതിനും ഔപചാരികമായി ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും. അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ രാജ്യമായി ഇന്ത്യയിലെത്താൻ സന്തോഷമെന്ന് സെലൻസ്കി പ്രതികരിച്ചു. നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തിയാകും ഇന്ത്യ സന്ദർശിക്കുകയെന്ന് സെലൻസ്കി വ്യക്തമാക്കി. പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. വിവരങ്ങളുമായി PP ജെയിംസ് ചെയ്യുന്നു. ജെയിംസ്, ഇവിടെ മോദിയുടെ റഷ്യൻ സന്ദർശനം അമേരിക്ക അടക്കം അതൃപ്തിക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് ആ സന്ദർശനം, അങ്ങോട്ടേക്കുള്ള ക്ഷണം. അതിന് ആ രീതിയിൽ വലിയ നയതന്ത്ര പ്രാധാന്യമുള്ള ഒരു സന്ദർശനം കൂടിയായിരുന്നു അല്ലേ? ഹാഷ്മി, ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത കാലത്ത് നടത്തിയ വിദേശ യാത്രകളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു യാത്രയായിരുന്നു ഇത്. പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിൻ്റെ നടുവിൽ അവിടുത്തെ യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് അടക്കം റഷ്യയുടെ ആക്രമണത്തിൽ നിൽക്കുന്ന സമയത്താണ് പോളണ്ടിൽ ഇറങ്ങി പ്രത്യേക ട്രെയിൻ വഴി കീവിലെത്തി വ്ളാഡിമിർ സെലൻസ്കിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചതും തുടർന്ന് കുട്ടികളുടെ യുദ്ധസ്മാരകത്തിൽ പോയി വളരെ വികാരനിർഭരമായിട്ടുള്ള ആലിംഗനം നടത്തുകയൊക്കെ ചെയ്തത്. ഒരുപക്ഷെ മാസങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ പോയി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ആലിംഗനം ചെയ്ത സമയത്താണ് റഷ്യൻ സേന ഉക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ ബോംബിട്ടത്. 28 കുട്ടികൾ തൽക്ഷണം പിടഞ്ഞു മരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിനെതിരെ വലിയ വിമർശനം ഇന്ത്യക്ക് നേരെയുണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ, ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയായിട്ട് നിൽക്കുന്ന പുടിനെ ആലിംഗനം ചെയ്തു എന്നുള്ള പേരിൽ സെലൻസ്കി തന്നെ കുറ്റപ്പെടുത്തി ഇന്ത്യയെ. അതേ സ്ഥലത്താണ് ഒരു ബാലൻസിങ് ആക്ട് എന്ന പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിയത്. എന്തായാലും ഇന്ത്യ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഒരു സമാധാന സമ്മേളനം ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഇന്ത്യയിൽ നടത്തണമെന്നുള്ള നിർദ്ദേശം ഉക്രൈൻ പ്രസിഡന്റ് വെച്ചിരിക്കുന്നു. ഒരുപക്ഷെ മധ്യസ്ഥൻ്റെ റോളായിട്ട് ഇന്ത്യ വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്, റഷ്യയുമായിട്ടുമുണ്ട്. അപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ ഈ തരത്തിലുള്ള ഒരു മധ്യസ്ഥൻ്റെ റോളിലേക്ക് ഇന്ത്യ വരുന്ന തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് വാർത്തകൾ
മാധ്യമങ്ങളിൽ വരുന്നുണ്ട്, അമേരിക്കൻ മാധ്യമങ്ങൾ, യൂറോപ്യൻ മറ്റ് ലോക മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഹാഷ്മി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചർച്ചാ വിഷയം മാറുന്നു. അതിനിടയിൽ തന്നെയാണ് ഉക്രൈന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തീരുമാനിക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്ളാഡിമിർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. റഷ്യയുടെ മേൽ സമ്മർദ്ദം വരുന്നു. പ്രത്യേകിച്ച് ഉക്രൈനിലേക്ക് 1250 സ്ക്വയർ കിലോമീറ്റർ ഇടിച്ചു കയറിയിരിക്കുകയാണ് ഉക്രൈൻ സേന. അപ്പോൾ റഷ്യയും പ്രഷറിലാണ്, ഇപ്പുറത്ത് ഉക്രൈനും പ്രഷറിലാണ്. കിഴക്കൻ ഉക്രൈനിലെ 18% പ്രദേശങ്ങൾ ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ്. അതുകൊണ്ട് ഒരു സമാധാനത്തിനും 2.5 വർഷം നീണ്ട യുദ്ധം അവസാനിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ത്യക്ക് അതിലൊരു പ്രധാന റോള് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഹൈലി ലോഡഡ് ആയിട്ടുള്ള ഒരു വിസിറ്റാണ്, ഒരു സന്ദർശനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് യുദ്ധത്തിന് നടുവിൽ നടത്തിയത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഹാഷ്മി, പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ആ സന്ദർശനത്തിന്റെ നയതന്ത്ര പ്രാധാന്യം വിശദീകരിച്ചത്. ചലച്ചിത്ര രംഗത്ത് വിവാദങ്ങൾ കത്തുമ്പോഴും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസിന്റെ സാമൂഹ്യ പ്രതിബദ്ധത എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി ചലച്ചിത്ര മേഖലയിലെ ചൂഷണങ്ങൾ അറിഞ്ഞതായി ഭാവിച്ചില്ല. ശിരൂർ ദൗത്യത്തിൽ കർണാടക പോലീസിന്റെ വീഴ്ചകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു കർണാടക പോലീസിനെ വിമർശിച്ചും കേരള പോലീസിനെ പുകഴ്ത്തിയുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സാമൂഹ്യ പ്രതിബദ്ധതയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേരള പോലീസ് മാതൃകയാണ്. അർജുനായി ശിരൂരിൽ നടക്കുന്ന തിരച്ചിലിനെത്തിയവരോട് ഒരു ഡ്രൈവർക്ക് എന്താണ് ഇത്ര പ്രാധാന്യമെന്ന് കർണാടക പോലീസ് ചോദിച്ചു. ഇങ്ങനെയൊരു ചോദ്യം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലർ സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്നു, അവർ സ്വയം തിരുത്തിയില്ലെങ്കിൽ പിരിച്ചുവിടലടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നും മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ദുരന്തമുഖത്തെ പോലീസിന്റെ പ്രവർത്തനങ്ങളും കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തുന്നതിൽ പോലീസ് നടത്തിയ ഇടപെടലും മുഖ്യമന്ത്രി പരാമർശിച്ചു. 24 കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്ന് അവസാനിപ്പിക്കും. ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന 728 കുടുംബങ്ങൾക്ക് താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. 900 കോടിയുടെ സഹായം ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കേരളം നിവേദനം നൽകി. സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിയത് 100 കണക്കിന് മനുഷ്യരാണ്. 26 ദിവസങ്ങൾക്ക് ശേഷം ക്യാമ്പുകളുടെ പ്രവർത്തനം ഇന്ന് അവസാനിക്കും. സ്വമേധയാ കണ്ടെത്തിയ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും സർക്കാരിന്റെ വാടക കെട്ടിടത്തിലേക്കുമായി താൽക്കാലിക പുനരധിവാസം പൂർത്തിയായി. ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ തുറക്കാം. സെപ്റ്റംബർ 2-ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രവേശനോത്സവം. സെപ്റ്റംബർ 2-ന് അങ്ങനെ ഒരു ജില്ലയിലെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പ്രവേശനോത്സവം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഞാനും നമ്മുടെ മന്ത്രിസമിതി അംഗങ്ങളും MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം പങ്കെടുക്കുന്ന വിധത്തിൽ ശാശ്വത പുനരധിവാസം സാധ്യമാകുന്നതുവരെ താൽക്കാലിക കെട്ടിടത്തിന്റെ വാടക സർക്കാർ നൽകും. ദുരന്തബാധിതർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ വിളിക്കാൻ ടോൾ ഫ്രീ നമ്പറും നിലവിൽ വന്നു. 1800 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് വിശദീകരിച്ച് കേന്ദ്രത്തിന് കേരളം ആദ്യഘട്ട മെമ്മോറാണ്ടം നൽകി. പുനരധിവാസ ആവശ്യങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയമിച്ചു. 53 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. ഇനി ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് അതിവേഗം കടക്കേണ്ടതുണ്ട്. ശാശ്വതമായ കുറ്റമറ്റ രീതിയിലുള്ള പുനരധിവാസത്തിന്റെ പ്രവേശനോത്സവം വൈകാതെ നടക്കണം. ടീം 24 വയനാട്. ട്രാവലർ പറയുന്നു, 4 വർഷം മുൻപ് ഹേമ കമ്മിറ്റി ആവാഹിച്ച് കുപ്പിയിലാക്കിയ സിനിമാ ഭൂതത്തെ തുറന്നുവിട്ടപ്പോൾ ഭൂതം സിനിമാ മേഖലയിൽ വൻ ഭൂതാക്രമണം നടത്തുകയാണ്. ആക്രമണം അതിശക്തം എന്ന് പറയുകയാണ്. അപ്പോൾ ആക്രമണത്തിൽ ഏതൊക്കെ വിഗ്രഹങ്ങൾ എവിടെയൊക്കെ വീഴുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബി.ഫാം പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ട ചൂരൽമല സ്വദേശി സാജിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം. നാജിയയ്ക്ക് എറണാകുളത്തെ കോളേജിൽ പഠിക്കാനുള്ള അവസരവും ആദ്യ സെമസ്റ്റർ ഫീസും കൂട്ടായ്മ വാഗ്ദാനം ചെയ്തു. 24 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. ബി.ഫാമിന് പഠിക്കണമെന്ന ആഗ്രഹമായിരുന്നു നാജിയയ്ക്ക്. അതിന് കോളേജിൽ ചേരാൻ പോകുന്നതിന്റെ തലേ ദിവസമാണ് ഈ ദുരന്തം ഈ കുടുംബത്തെയും ബാധിച്ചത്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും പഠനം എന്നതിനൊക്കെ സംബന്ധിച്ചിട്ട് വലിയ ആശങ്ക അവർ 24മായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടായിരിക്കുന്നു. കുട്ടിയുടെ പഠനം ഇനിയും മുന്നോട്ട് പോകും. കുറച്ച് സുമനസ്സുകൾ അതിന് തയ്യാറാവുകയും കോളേജിലേക്ക് ചേർക്കുന്നതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയുമാണ്. ഇപ്പോൾ നാജിയയുടെ ഉമ്മ ഹാജറ ചേരുകയാണ്. ഒരാശ്വാസം ഉണ്ടല്ലേ? ഉണ്ട്, ആശ്വാസമുണ്ട്. മോളെ ഈ ന്യൂസ് കണ്ടതിന് ശേഷം ഇത് ആവശ്യം പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. മോളെ പഠന കാര്യങ്ങൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച പോയി അഡ്മിഷൻ എടുക്കാൻ പോവാണ്. ഏത് കോളേജിലാ? അവള് പറഞ്ഞ് എറണാകുളം MGM കോളേജിലാണ്. അവിടെ തന്നെ പോകാൻ പറഞ്ഞു. വ്യാഴാഴ്ച ഞങ്ങൾ പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
എല്ലാവരും സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. കുറേ ആൾക്കാർ ഇടപെട്ട് നല്ല സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പോയി എന്താ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അതുപോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്നാണ് പോകേണ്ടത് കോളേജിലേക്ക്? കോളേജിലേക്ക് വ്യാഴാഴ്ച പോകണം. വ്യാഴാഴ്ച പോയി അഡ്മിഷൻ എടുക്കുക, പിന്നെ എന്നാ ക്ലാസ് തുടങ്ങണം, അപ്പം മോളെ കൊണ്ടാക്കി കൊടുക്കുക. ഈ കുടുംബത്തിന് ചെറുതല്ലാത്ത ആശ്വാസം തന്നെയാണിത്. നാജിയുടേത് മാത്രമല്ല, MBBSന് പഠിക്കുന്ന കുട്ടികളുടേതടക്കം ഒരു 8 വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള പഠനത്തിനുള്ള മുഴുവൻ ചെലവും അതിൻ്റെ കാര്യങ്ങളും ഈ സുമനസ്സുകളുടെ ഒരു കൂട്ടായ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്ക് പേര് പുറത്തു പറയാൻ താല്പര്യമില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത് ഈ കുട്ടികളെ സംബന്ധിച്ചും അവരുടെ കുടുംബത്തെയൊക്കെ സംബന്ധിച്ചിട്ടും വലിയ ഒരു കാര്യമാണ്. അഭിത്തിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്. വിശാഖപട്ടണത്ത് കണ്ടെത്തിയ 13-കാരെ ഏറ്റെടുത്ത് കേരള പോലീസ്. കുട്ടിയെ നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. കുട്ടി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് രാവിലെ 11 മണിയോടെ CWC പെൺകുട്ടിയെ കേരള പോലീസിന് കൈമാറി. വിജയവാഡയിൽ നിന്ന് ട്രെയിൻ മാർഗം പുറപ്പെടുന്ന സംഘം നാളെ തിരുവനന്തപുരത്തെത്തും. കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. കുട്ടിയെ വീട്ടിലേക്ക് അയക്കുന്നതിൽ കോടതി നിർദ്ദേശമനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക. ട്രിവാൻഡ്രത്ത് എത്തിച്ച ശേഷം മറ്റ് സ്റ്റേറ്റ്മെൻറ്റും കാര്യം എടുത്തിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം മിക്കവാറും JJ ബോർഡ് ആവാനാണ് സാധ്യത. കോടതിയുടെ അനുമതി നോക്കിയിട്ട് കോടതിയോടെ ഹാജരാക്കാൻ പറഞ്ഞ് അവിടെ ഹാജരാക്കും. പെൺകുട്ടിയെ സുരക്ഷിതമായി കേരളത്തിലേക്ക് അയക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മലയാളി കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു. ഒരു നിയോഗത്തിൽ കൂടെ വന്ന് അതിൻ്റെ പൂർണ്ണ തൃപ്തി ആയി എന്നുള്ള ഒരൊറ്റ വാക്കിൽ നിർത്താനാണ് എനിക്കിഷ്ടം. കാരണം ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിറങ്ങിയതല്ല, വന്നു ഭവിച്ചു. ഞങ്ങളെ ആ കണ്ടാകുന്ന ഞങ്ങൾ ശ്രമം നടത്തി, ആ കൂട്ടായ്മയുടെ ഒരു ഫലം കണ്ടു, അതിനുള്ള പൂർണ്ണ തൃപ്തി. മാതാപിതാക്കൾ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന കാര്യമുൾപ്പെടെ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. പെൺകുട്ടിയുടെ മൊഴി അന്വേഷണത്തിൽ ഇനി നിർണായകമാകും. 24 വിശാഖപട്ടണം. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ മരണകാരണം കൈകൾ കൊണ്ട് കഴുത്തു ഞെരിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുഖ്യപ്രതി സഞ്ജയ് റോയ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറുന്ന CCTV ദൃശ്യങ്ങളും 24-ന് കിട്ടി. ആശുപത്രിയിലെ ക്രമക്കേട് സംബന്ധിച്ച രേഖകൾ SIT CBIക്ക് കൈമാറി. പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് അടക്കമുള്ളവർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പുറത്തുവിടാൻ അധികൃതർ തയ്യാറാകാതിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പാണ് 24-ന് ലഭിച്ചത്. വനിതാ ഡോക്ടർ ക്രൂരബലാത്സംഗത്തിന് ഇരയായെന്നും ശരീരത്തിൽ 14-ലേറെ മുറിവുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ. കൈകൾ കൊണ്ട് കഴുത്തുഞെരിച്ചതാണ് മരണകാരണം. മുഖ്യപ്രതി സഞ്ജയ് റോയ് RG-കർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിച്ച CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഈ മാസം 9-ന് പുലർച്ചെ 4:03-ന് കെട്ടിടത്തിലെത്തിയതിൻ്റെതാണ് ദൃശ്യം. പിന്നീട് മൃതദേഹത്തിന് സമീപത്തുനിന്നും കണ്ടെത്തിയ ഹെഡ്ഫോൺ ഇയാളുടെ കഴുത്തിലുള്ളതും ദൃശ്യത്തിൽ വ്യക്തമാണ്. CCTV ദൃശ്യങ്ങളും മറ്റനുബന്ധ രേഖകളും CBIക്ക് കൈമാറാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച രേഖകൾ SIT CBIക്ക് കൈമാറി. കൊൽക്കത്തയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഇന്ന് കൺവെൻഷൻ ചേരും. പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർക്ക് മേലുള്ള സമ്മർദ്ദം ശക്തമാണ്. എന്നാൽ 10 ദിവസം പിന്നിട്ട CBI അന്വേഷണത്തിന്റെ പുരോഗതി സമരം നിർത്തുന്നതിൽ നിർണായകമാകും. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. അസമിൽ 14-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ മുഖ്യപ്രതി പുഴയിൽ മുങ്ങി മരിച്ചു. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങിയ 14-കാരിയാണ് 3-അംഗ സംഘം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. പ്രതി തഫ്സുൽ ഇസ്ലാം തെളിവെടുപ്പിനിടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പുഴയിൽ ചാടിയത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി. പുലർച്ചെ 3:30-യോടെയായിരുന്നു സംഭവം. ട്യൂഷൻ കഴിഞ്ഞു മടങ്ങിയ പെൺകുട്ടിയെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച 3 പേർ ചേർന്ന് പുഴയ്ക്കരികിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തത്. അബോധാവസ്ഥയിൽ റോഡരികിൽ ഉപേക്ഷിച്ച കുട്ടിയെ പ്രദേശവാസികളും പോലീസും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. പെൺകുട്ടി ചികിത്സയിലാണ്. കേസിൽ മുഖ്യപ്രതിയെ മാത്രമാണ് പോലീസ് പിടികൂടിയത്. ബാക്കി പ്രതികളെ കൂടി എത്രയും വേഗം പിടികൂടണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാണ്. 24 ഡൽഹി. തൽക്കാലം പൂർണ്ണമാവുകയാണ്.